മേഘ, സംസ്ഥാനത്ത് ധവളപത്രം പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ വലിയ തോതിലുള്ള കടബാധ്യതയാണ് കേരളത്തിലിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 5.07 ലക്ഷം കോടി രൂപയുടെ കടങ്ങളാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഇപ്പോഴത്തെ സർക്കാർ എങ്ങനെ മറികടക്കും? ഈ ഒരു വലിയ പ്രതിസന്ധി എങ്ങനെ മറികടക്കും? ശരിക്കും പറഞ്ഞാൽ ഇത് തന്നെയാണ് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. ഇപ്പോൾ അധികാരത്തിൽ എത്തുമ്പോൾ തന്നെ കഴിഞ്ഞ 10 വർഷം പിണറായി സർക്കാർ അധികാരത്തിൽ ഉണ്ടായിരുന്നപ്പോൾ വാങ്ങിക്കൂട്ടിയ കടവും മറികടക്കാൻ ശ്രമിക്കാത്തതിൻ്റെ പോരായ്മകളുമെല്ലാം വന്നുപെട്ടിരിക്കുന്നത് വി.ഡി. സതീശൻ സർക്കാരിൻ്റെ ചുമലിലാണ്. അപ്പോൾ ഇത്രയും പ്രഷറൈസ്ഡ് ആയിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് വേണം ഇനി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ, അതുപോലെ തന്നെ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഓരോ സ്ഥാപനങ്ങളും, ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ സ്ഥാപനങ്ങളായിക്കോട്ടെ, സർക്കാരിൻ്റെ അണ്ടറിൽ വരുന്ന എല്ലാം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ തന്നെ ഒരുപാട് പണം ആവശ്യമായി വരും. അപ്പോൾ ഓരോ തവണയും റിസർവ് ബാങ്കിൽ നിന്ന് കടം എടുക്കുമ്പോൾ അത്രയും വലിയ ബാധ്യത കേരളത്തിന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് നമ്മുടെ ധനമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ പറഞ്ഞിരുന്നു, അദ്ദേഹം പറഞ്ഞത് 4000 കോടി രൂപ ഖജനാവിൽ മാറ്റിയിട്ടിട്ടാണ് ഞങ്ങൾ അധികാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് എപ്പോഴും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്നുള്ളത്. അത് എന്നിട്ട് കുറെ നാൾ ഈ പറഞ്ഞ ഇടതുപക്ഷ സൈബർ ഇടങ്ങളെല്ലാം പറഞ്ഞു വി.ഡി. സതീശൻ നുണ പറയുന്നു, 4000 കോടി നീക്കിയിരിപ്പുണ്ടായിരുന്ന ഖജനാവിനെയാണ് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് എന്ന് എന്നൊക്കെയുള്ള കുറെ വാദഗതികൾ ഉയർത്തിയിരുന്നു. അതിനുശേഷം ഒരു RTI ഫയൽ ചെയ്ത് എത്ര രൂപയാണ് ഖജനാവിൽ ബാക്കിയുള്ളത് എന്ന് നോക്കുമ്പോൾ 5000 ചില്ലറ കോടി രൂപ ഖജനാവിൽ ബാക്കിയുണ്ട്. പക്ഷേ കടം എത്രത്തോളമാണ്? നമുക്ക് ഒരു സംസ്ഥാനം റൺ ചെയ്യണമെങ്കിൽ, ഒരു സംസ്ഥാനത്തിന് നടന്നു അതിൻ്റെ ഫങ്ഷനിങ് കൃത്യമായി നടക്കണമെന്നുണ്ടെങ്കിൽ ഫണ്ട് വരണം. അത് ഈ വരുന്ന ഫണ്ട് ഇപ്പോൾ വരവിനേക്കാൾ കൂടുതൽ ചിലവാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുക? റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുക്കും. അപ്പോൾ ഓരോ ദിവസം ഈ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 294 ദിവസം ഗവൺമെന്റിന് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർവ് ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളുടെ ആ ഒരു വ്യാപ്തി എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം, അത്രയേറെ ഉണ്ട്. ഇപ്പോൾ 5000 ചില്ലറ കോടി രൂപ ഖജനാവിൽ ഉണ്ട് എന്ന് RTI ഫയൽ ചെയ്ത ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിൽ പോലും കടമെന്ന് പറയുന്നത് വലുതാണ്. ഇനി കിഫ്ബിയിലൂടെയാണ് ഇൻഫ്രാസ്ട്രക്ചർ പലതും ബിൽഡ് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലുമായി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡിങ്ങിന് വേണ്ടിയിട്ടാണ് കിഫ്ബി എടുത്തിട്ടുള്ളത്. കിഫ്ബിക്കുണ്ട് കടം, 21,000 കോടിയുടെ കടം അവിടെയുണ്ട്. അവർക്ക് ഇനി നീക്കിയിരിപ്പായി ഇനി ഫർദർ ഈ പറഞ്ഞ സർവീസിന് വേണ്ടിയിട്ട് 35,000 കോടിയോളം രൂപ കൊടുക്കാനുമുണ്ട്. അപ്പോൾ ഇതൊന്നും കൂട്ടാതെയാണ് ഈ പറയുന്ന 5,000 കോടി രൂപ ഖജനാവിൽ ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോഴാണ് ധവളപത്രം പുറത്തിറക്കുന്നതും ധവളപത്രത്തിലൂടെ കേരളത്തിന്റെ കൃത്യമായ കടബാധ്യത എത്രയാണ്, ചെലവ് എത്രയാണ്, വരവ് എത്രയാണ്, ഇനി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കൃത്യമായ പഠനം നടത്തിയിരുന്നു. ഇനി ധവളപത്രം പുറത്തിറക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച പ്രതിപക്ഷത്തിരിക്കുന്ന നേതാക്കളുമുണ്ട്. KN ബാലഗോപാലിനെ പോലെയുള്ള ആൾക്കാർ ഇതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിരുന്നു. ശരിക്കും ഇനി UDF സർക്കാർ, ഇപ്പോൾ നമ്മുടെ വി.ഡി. സതീശൻ സർക്കാർ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ നടത്താനോ അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതികൾ നടത്താനോ ചെറിയൊരു പോരായ്മയോ എന്തെങ്കിലും ഒരു വീഴ്ചയോ വരുന്ന ഒരു ഘട്ടത്തിൽ ഉറപ്പായിട്ടും ഈ പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്നത് ഇത് നിങ്ങളുടെ കഴിവുകേടാണ് എന്നുള്ള ഒരു ന്യായീകരണമായിരിക്കും. പക്ഷേ ശരിക്കുമുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ പണമില്ല, ഈ പറഞ്ഞ ഒന്നും ചെയ്യാനുള്ള പണമില്ല. ഈ കേരളത്തിന്റെ വരുമാനത്തിന്റെ 77% കേരളത്തിലെ സ്ഥാപനങ്ങൾക്കും അതുപോലെ തന്നെ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയുമാണുള്ളത്. ബാക്കി 30% എത്രത്തോളം വികസന പ്രവർത്തനങ്ങൾ നടക്കും? ഇപ്പോൾ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവീസ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എത്ര കാര്യങ്ങൾ പൊതുജനത്തിന് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ഇപ്പോൾ സൗജന്യ ബസ് യാത്ര വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ജനങ്ങളുടെ അവകാശമാണ്, അത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സർക്കാരിന്റെ പോരായ്മയും. ഇപ്പോൾ സർക്കാരിന് അത് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ സൗജന്യ ബസ് യാത്ര കൊടുക്കുന്നത് വഴി ഈ പറഞ്ഞ ഓരോ മാസവും 100 കോടി രൂപ വീതം കടം സർക്കാരിന് വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ച സർക്കാരിനും ഇതിന്റെ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പൊ നമ്മളെല്ലാരും കുറെ കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്, ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് പോലും ജനിച്ചു വീഴുന്ന കുട്ടിയുടെ തലയിൽ പോലും കടമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും പൂറായിട്ട് മാനേജ് ചെയ്തിരുന്ന ഒരു സംസ്ഥാനമാണ്. അതിനൊപ്പം നമുക്കറിയാം പിണറായി സർക്കാരിന്റെ കാലത്ത് എത്രത്തോളമായിരുന്നു ധൂർത്ത് എന്ന് പറയുന്നത്. അതെ മേഘ, അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ സാമ്പത്തിക നില സുസ്ഥിരമാക്കാൻ ഇനി ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്ന നയങ്ങൾ എന്തൊക്കെയായിരിക്കും?
കൃത്യമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും VD സതീശൻ പെട്ടെന്ന് മൈക്ക് കാണുമ്പോൾ കയറി വന്നിരുന്ന് ഓരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു, അങ്ങനെ ചെയ്യാൻ പോവാണ്, ഇങ്ങനെ ചെയ്യാൻ പോവാണെന്ന് വെറുതെ പ്രഖ്യാപിക്കുന്നു എന്നുള്ളൊരു തോന്നൽ പൊതുജനത്തിനുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം കൃത്യമായി ഇതറിയാവുന്ന ബ്യൂറോക്രാറ്റുകളെ വെച്ച് പഠിച്ച് പഠനം നടത്തി സമിതി രൂപീകരിച്ച് അതിന്റെ റിപ്പോർട്ട് മുന്നിലെത്തിയ ശേഷം അദ്ദേഹവും അത് പഠിച്ച ശേഷമാണ് ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ പോകുകയാണെന്ന് പൊതുജനത്തോട് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ധവളപത്രം ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഈ സാമ്പത്തിക സ്ഥിതി ഇങ്ങനെയാണ് എന്നുള്ള വിലയിരുത്തലിൽ അദ്ദേഹത്തിന് എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പൊതുജനങ്ങളിലേക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉറപ്പായും ഇതിൽ നിന്ന് പുറത്തേക്ക് എങ്ങനെ വരും എന്നുള്ള ചോദ്യത്തിനും അദ്ദേഹം ഉത്തരം കണ്ടെത്തും. സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള അമിതമായിട്ടുള്ള അധിക ചെലവുകൾ ഒരു പക്ഷേ കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാവില്ലേ? കുറച്ചെങ്കിലും മാറ്റം ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഈ സർക്കാരിനോട് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സമീപനം ഉണ്ടാകുമല്ലോ. ഇപ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ സാറിന്റെ എസ്കോട്ട് വണ്ടി 35 വണ്ടികൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും, അതുപോലെ തന്നെ നവകേരള സദസ്സിന് വേണ്ടി കോടികൾ ചെലവാക്കി എന്ന് പറയുമ്പോഴും, അതുപോലെ സർക്കാരിന്റെ PR വർക്കിന് വേണ്ടിയിട്ട് കോടികൾ ചിലവാക്കി എന്ന് പറയുമ്പോഴും ജനത്തിനുണ്ടാകുന്ന ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ. നമുക്ക് കിട്ടേണ്ട സൗകര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും കടമില്ലാത്തൊരു സംസ്ഥാനമായിരുന്നു കേരളമെങ്കിൽ എന്തൊക്കെ സർവീസസ് ഫ്രീ ആയിട്ട് ജനത്തിന് കിട്ടിയേനെ. ഈ പറഞ്ഞ ഫ്രീ ബസ് സർവീസ് എല്ലാ മനുഷ്യർക്കും ആക്സസിബിൾ ആയിട്ട് കിട്ടുന്ന ഒരു സാഹചര്യം നമുക്കുണ്ടായേനെ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭരണശിരാ കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ MLA-മാരോ ആഡംബര ജീവിതം നയിക്കുകയും, അതും നമ്മുടെ ടാക്സ് മണി കൊണ്ട് ആഡംബര ജീവിതം നയിക്കുകയും നമുക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക ഫ്രസ്ട്രേഷന്റെ ഭാഗമാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അപ്പോൾ VD സതീശൻ സാർ അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം എസ്കോട്ട് വണ്ടികൾ കുറയ്ക്കുന്നു. നമ്മുടെ ക്ലിഫ് ഹൗസിന്റെ മോടി കൂട്ടാൻ വലിയ ഫണ്ടൊന്നും വേണമെന്ന് ആവശ്യപ്പെടുന്നില്ല. അത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ ജനങ്ങൾക്ക് ഒരു ഓക്കെ ദിസ് ഇസ് ഗുഡ് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാകും. സർക്കാരിൽ ഒരു വിശ്വാസം ജനിപ്പിക്കാൻ ഇത് സാധിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്ന പോലെ VD സതീശൻ സർക്കാർ ജനപ്രിയ സർക്കാരാണ്, ഗവൺമെന്റ് ആണ് എന്ന് പറയേണ്ടി വരുന്നത്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായ സ്റ്റഡി നടത്തി ഒരു സൊല്യൂഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ പിണറായി സർക്കാരിന്റെ കാലത്ത് 6 ബിന്ദുവിന്റെ കണ്ണടയ്ക്ക് പോലും ലക്ഷങ്ങൾ ചെലവഴിച്ച ബഡ്ജറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അധിക ചെലവെന്ന് പറയുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും എന്താ പറയണ്ടേ, കാലിത്തൊഴുത്ത് പണിയാൻ വേണ്ടി 4 കോടി മുടക്കിയ പോലെയാണ് ഇവരുടെ പല ബഡ്ജറ്റുകളും വന്നപ്പോഴത്തേക്ക് ഇത് എന്തിനാണ് ഇത്രയും ചെലവ് ഞാൻ ആലോചിച്ചിട്ട് പല കാര്യങ്ങളിലും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പല കാര്യങ്ങളും LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ കുറച്ച് വലിയൊരു മാറ്റം ഈ ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതാണ് എനിക്ക് പ്രതീക്ഷ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തുടക്ക കാലത്ത് തന്നെ ഞാൻ കോൺഗ്രസിന്റെ ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്തിരുന്ന ആളല്ല. കോൺഗ്രസിന്റെ പല ആശയങ്ങളോടും കോൺഗ്രസിന്റെ ഐഡിയോളജിയോട് വിയോജിപ്പുള്ള ഒരാളായിരുന്നു. കമ്മ്യൂണിസ്റ്റിന്റെ ഐഡിയോളജിയോട് താല്പര്യമുള്ള ഒരാളും കൂടിയായിരുന്നു ഞാൻ. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റ് ഭരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീർപ്പ് മുട്ടിക്കുന്നതായിരുന്നു. കോൺഗ്രസ് വന്നപ്പോഴത്തേക്കും അതിൽ നിന്നൊരു റിലീഫ് ഭയങ്കരമായിട്ട് അത് അറിയാൻ പറ്റുന്നുണ്ട്. എനിക്ക് തുടക്കകാലത്തിൽ തന്നെ അവരുടെ ഭരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വേണ്ടാത്ത പല കാര്യങ്ങളും അവർ വേണ്ടെന്ന് വെക്കുന്നുണ്ട്. അതാണ് ജനകീയമാവേണ്ടത്. അതെ, ഇപ്പോൾ ഈ ചെലവുകളുടെ കാര്യം പറയുമ്പോഴാണെങ്കിൽ പോലും അനാവശ്യ ധൂർത്ത് എന്ന് ജനങ്ങൾക്ക് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ 1.5 കോടിയുടെ വണ്ടി വാങ്ങുന്നു, നവകേരള ബസ് വാങ്ങുന്നു, അതിനു വേണ്ടിയിട്ട്. അതെ, ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞ് കോടികൾ ചെലവാക്കി സ്റ്റേജ് കെട്ടി ഒരു പ്രഖ്യാപനം നടത്തി ഒരു വലിയ ടാഗ് ലൈൻ, അതിദാരിദ്ര്യ മുക്ത കേരളമാക്കിയ സർക്കാർ, പിണറായി സർക്കാർ എന്നുള്ളൊരു ടാഗ് ലൈനും ഉണ്ടാക്കി അത് വെക്കുമ്പോൾ അവിടെ അവഗണിക്കപ്പെട്ടത് കുറെ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരായിരുന്നു. എപ്പോഴും പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ട്, ഒരിക്കലും ഇല്ലാന്ന് പറയാൻ കഴിയില്ല. അവരുടെ മുന്നിലേക്ക് ഇത്രയും കോടികളുടെ വണ്ടിയിൽ യാത്ര ചെയ്യുകയും അവർക്ക് ലഭിക്കേണ്ട ബേസിക് ആയിട്ടുള്ള ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു, കുറെ നാൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പറഞ്ഞ റേഷൻ കടകളിൽ നിന്ന് പോലും കൃത്യമായ സാധനങ്ങൾ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പണ്ട് കിറ്റ് കൊടുത്താണ് അധികാരത്തിൽ വന്നതെങ്കിൽ പോലും പിന്നീട് പട്ടിണി കിടക്കുന്ന ഒരു സാഹചര്യം പൊതുജനത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പിണറായി സർക്കാരിനോട് ഫ്രസ്ട്രേഷൻ ഉണ്ടായതും. രഞ്ജിത്ത് പറഞ്ഞ പോലെ ഈ ഇടത് അനുഭാവിത്വം ഉണ്ടായിരുന്ന മനുഷ്യർക്ക് പോലും ഇടത് സർക്കാരിനോട് ഒരു ഫ്രസ്ട്രേഷൻ തോന്നിയതെല്ലാം, ആ ഗ്രഡ്ജ് തോന്നിയതിനെല്ലാം കാരണം അവർ തന്നെയാണ്. അത്തരത്തിലുള്ള ഭരണത്തിൽ അവരുടെ ഒരു ഐഡിയോളജിയും കാണാൻ സാധിക്കുന്നില്ല. അത് തന്നെ കാരണം കമ്മ്യൂണിസം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, പാവപ്പെട്ടവരുടെ ആ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് തുടങ്ങേണ്ട കാര്യങ്ങളാണ്. ഒരു തരത്തിലും ഈ ഭരണത്തിൽ ഞാൻ അത് കണ്ടിട്ടില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ കൂടി ഇപ്പോൾ അവർ നടത്തുന്ന ഭരണത്തിന്റെ ചില തുടക്ക കാര്യങ്ങൾ എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ട് തോന്നുന്നുണ്ട്.